അപ്പൊ നമ്മളപ്പോ ലല്ലു ഉണ്ട്. എവിടെ നിന്നാണ്? പഴയടത്തിന്റെ കലവറയിൽ നിന്ന് അല്ലേ? ഓക്കെ ലല്ലു, ഗുഡ് മോർണിംഗ്. അവിടെ സജീവമാണോ രാവിലെ തന്നെ കലവറ? ആര്യ, എൽദോ, ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ആള് കൂടും, അല്ലെങ്കിൽ മലബാറിൽ കലോത്സവം നടത്തിയാൽ മാത്രമേ ആള് കൂടൂ എന്നുള്ള കൊല്ലം ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തിരുത്തി എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാറുള്ളത്. കാരണം ഇന്നലെ രാത്രി പ്രധാന വേദിയിലൊക്കെ കണ്ട ജനം ഏറ്റവും അവസാനം അല്ലെങ്കിൽ വളരെ വൈകിയാണ് ഇന്നലെ രാത്രി സംഘനൃത്ത മത്സരമൊക്കെ തീർന്നത്. പക്ഷേ സകല കസേരയിലും ആളായിരുന്നു എന്നുള്ളതായിരുന്നു അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ നല്ല മഴയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ കൊല്ലത്ത് അവസാനിച്ചിട്ട് ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു കലവറയിലെ ദൃശ്യങ്ങളാണ്. രാവിലെ പഴയുടെ മോഹനൻ നമ്പൂരി ഇഡലി റെഡിയാക്കി തട്ടുകയാണ്. ആയിരക്കണക്കിന് ഇഡലികൾ രാവിലെ റെഡിയായി എന്ന അനൗൺസ്മെന്റ് വരുന്നുണ്ട്. ഇഡലിയും സാമ്പാറുമാണ് രാവിലെ പ്രഭാത ഭക്ഷണം. ഇഡലിയും സാമ്പാറും ചായയും. അപ്പുറത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ചോറൊക്കെ വയ്ക്കുന്നു. പഴയടവും അദ്ദേഹത്തിന്റെ സംഘവും സജീവമാണ്. ഏതായാലും അദ്ദേഹം വീണ്ടും കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വയ്ക്കാം. മോനേട്ടാ, രാവിലെ ഇഡ്ഡലി ഇതിപ്പോ എത്ര ഇഡ്ഡലി വെക്കും നമ്മൾ രാവിലെ? ഒരു 30,000 ഇഡ്ഡലി തിന്നാനുള്ള ആളുണ്ട് രാവിലെ. 30,000 ഇഡ്ഡലി ഒരു 7,000 ആൾക്കാർ വന്നാൽ തീരും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അത്ര വരുള്ളൂ. എത്ര ലിറ്റർ സാമ്പാർ? 30,000. അത് നമ്മളൊരു 700 ലിറ്റർ സാമ്പാർ. ഉച്ചക്കത്തെ ഇന്ന് ഉച്ചക്ക് എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് പായസം ഗോതമ്പാണ്. അപ്പോ പിന്നെ ചോറ് സാമ്പാർ അവിയൽ, കൂട്ടുകറി, പച്ചടി, തോരൻ, അച്ചാറ്, പിന്നെ സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്. വിഭവസമൃദ്ധമാണ്. 11 കൂട്ടങ്ങൾ ഉൾപ്പെട്ട സദ്യ. അപ്പൊ അതുപോലെ എത്ര പേരുണ്ട് മോനേട്ടാ സംഘത്തിൽ? ഞങ്ങൾ 80 വരെ, 80 വരെ. അതല്ലേ. ഇപ്പൊ എനിക്ക് മോനേട്ടനായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ എൽദോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കലോത്സവം തുടങ്ങിയ ആൾക്കാർ. ഞങ്ങൾ 2004 എറണാകുളത്ത് സെന്റ് ആൽബർട്ട് സ്കൂളിൽ, എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ച് കലോത്സവം തുടങ്ങിയ ആൾക്കാരാണ്. മോനേട്ടൻ ഇപ്പൊ അതുകൊണ്ട് എനിക്ക് 10-20 ആയില്ലേ? ഇത് 17ാമത്തെയാണ്. അതാണ്. അപ്പോൾ നമ്മൾ വളരെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ എത്രയോ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കലോത്സവമായിട്ട് നടന്നിട്ടുണ്ട്. ഈ പണ്ട് എനിക്ക് തോന്നുന്നു ഈ കലോത്സവത്തിന് മത്സരാർത്ഥികളായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചു പോയ ആൾക്കാർ ഇപ്പോൾ ഇതിന്റെ സംഘാടകരായിട്ട് പിന്നെ വന്നിട്ടുണ്ടാവും. കാരണം 17 വർഷമായില്ലേ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കൊക്കെ ഇപ്പൊ ഒരു 35-36 വയസ്സായിട്ടുണ്ടാവല്ലോ. ഞാനതാണ് ഈ നമ്മളിത് ഈ വർഷം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. എത്ര എന്തായാലും നമ്മൾ ഒരു വിവാദത്തിലുമില്ല. നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളെന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും കാത്തിരുന്ന പോലെ മോനേട്ടൻ തിരിച്ചു വരുന്നു. എനിക്കൊന്ന് കുറെ കൂടെ ഒക്കെ സൗകര്യമുള്ളൊരു കലവറയാണ്. വളരെ വിശാലമാണ്. 7,000 സ്ക്വയർ ഫീറ്റ് കിച്ചൺ മാത്രമുണ്ട്. 25,000 സ്ക്വയർ ഫീറ്റ് ഡൈനിങ് ഹാളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യം ധാരാളമുണ്ട്. ഒരേ സമയം എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നു? 2,300 പേർക്ക് കൊടുക്കാം ഒരേ സമയത്ത്. ഉച്ചയ്ക്ക് എത്ര പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്? ഉച്ചയ്ക്ക് ഞങ്ങൾ 15,000. ഒരു ആൾ കുറവാണ്. വടക്കൻ കേരളത്തിലുള്ളതിൻ്റെ ഒരു അത്ര ഒരു പാർട്ടിസിപ്പേഷൻ തെക്കൻ കേരളത്തിലേക്ക് കാണുന്നില്ല. ഈ വടക്കൻ കേരളത്തിൽ നമുക്കറിയാം ഇല്ലേ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്തൊരു മാസ് പാർട്ടിസിപ്പേഷൻ അല്ല. അത്ര ഒരു ഇവിടെ കൊല്ലത്ത് കാണുന്നില്ല. കൊല്ലത്ത് പക്ഷേ ഇന്നലെ രാത്രി നല്ല ആളായിരുന്നു. ഓഡിറ്റോറിയത്തിൽ നല്ല ആളുണ്ട്. മെയിൻ സ്റ്റേയിൽ നല്ല ആളായിരുന്നു. ഞങ്ങൾ രാവിലെ 3:30 ചോറ് കൊടുത്തു. രാവിലെ 3:30 മെയിൻ സ്റ്റേജിലെ പ്രോഗ്രാം കഴിക്കാതെ ആൾക്കാർക്ക് കഷ്ടം. ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി, ചോറ് സാമ്പാറും മാത്രം മതി പറയും. അപ്പോൾ ആരുമില്ല. സർവീസിനുള്ള അധ്യാപകരൊക്കെ ഒരു 2 മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ പോയത് കേട്ടോ. പിന്നീട് ഒന്നരക്ക് ഞങ്ങൾ ബുഫയായിട്ട് എടുത്ത് കഴിച്ചാലും പറഞ്ഞ് എടുത്ത് വെച്ചു. ഈ നമ്മൾ എല്ലാ വർഷവും പറയുന്നതാണ് പൊതുവെ നമ്മൾ എന്നാലും ഈ വർഷം ഈ ആൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, കാരണം ഇത്രയും അധികം ആൾക്കാർ ഇത്രയും അധികം ദിവസം വന്ന് ഒരു ക്ഷാമവും ഇല്ലാതെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് കണക്കുകളൊക്കെ ഒരു കലോത്സവത്തിന് നമുക്ക് വേണ്ടുന്ന ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ കണക്ക്. അപ്പോൾ വെറുതെ ഒന്നുമില്ല, രാവിലെ ആളുകളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്.
നമുക്ക് നല്ല നല്ല വോളിയം വേണം, നല്ല വോളിയം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിപ്പോഴൊരു 20 ടൺ, അത് 2000 കിലോ അരിയാണ് വേണ്ടത്. 20 ടണ്ണ് അല്ലേ, 2000 കിലോ അരി എന്ന് പറയുമ്പോഴത്തേ 20 ടണ്ണല്ല, 20 ടണ്ണാണ്. പിന്നെ നമുക്കൊരു ഏതാണ്ട് അത്ര തന്നെ ഒരു 15 ടണ്ണ് പച്ചക്കറി, ഒരു പ്രൊവിഷൻസിൻ്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് തന്നെ അത്ര വരും. 15 ടണ്ണ് 18 ടണ്ണ് സാധനങ്ങൾ മൊത്തം വേണ്ടി വരും. നമുക്കൊരു 700-800 കിലോ എടുത്ത് വാളംപുളി മാത്രമാണ് സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പൊ അതാണ് എൻ്റെ ഒരു കണക്കെന്ന് പറയാം. അപ്പോൾ അതാണ് ഈ 2000 അല്ലെങ്കിൽ 20 ടൺ അരി, 18 ടൺ പച്ചക്കറി, അതുപോലെ തന്നെ 10-700 മറ്റേ കിലോ വാളംപുളി. ഈ ഇമാതിരി പരിപാടിയാണ്, ചെറിയ പരിപാടികളൊന്നുമില്ല. ഇമാതിരി വളരെ വിശാലമായി ഈ ദിവസങ്ങളിൽ മുഴുവൻ ഈ വരുന്ന ആൾ, ഇന്ന് അദ്ദേഹം പറഞ്ഞത് കണ്ടില്ല, വെളുപ്പിന് 3:30 മണിക്ക് ഇങ്ങനെ മത്സരം കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്തൊരു പാചകപ്പുരയാണ്. പഴയിടം എല്ലാവരും ഈ വർഷം പഴയിടം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പഴയിടം ഈസ് ബാക്ക് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ അങ്ങ് കലോത്സവം വിട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പോകാൻ മാട്ടെ, അതാണ് പോകാൻ മാട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും വളരെ സന്തോഷം പോരട്ട, വീണ്ടും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. പഴയിടം വീണ്ടും എത്തിയിരിക്കുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് 18 ഷെഫുകളുടെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഇന്നലെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ആ കാര്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ഷെഫുള്ള അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ വിഷുവിന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് വന്നതാണ്. ഏതായാലും എന്തോ അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മളൊന്ന് ഈ ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെ വിദ്യാർത്ഥികളുണ്ട്, ഭക്ഷണം വിളമ്പുന്ന അധ്യാപകരുണ്ട്. നല്ല ത്തേക്ക് ഞാൻ ഇവിടുന്ന് പാചകപ്പുര ഒന്ന് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് വരാം.